ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി അരിയൊന്നും കുതിർത്ത് സമയം കളയണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായി ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി എരിഞ്ഞ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ക്യുമിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവ ഒന്ന് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. ആ ഒരു സമയമാവുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഈ റവയിലേക്ക് നമ്മൾ 1.5 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. കുറച്ച് അത്യാവശ്യം തിക്കായിട്ട് തന്നെ വേണം നമ്മൾ ബാറ്റർ കിട്ടാൻ. അപ്പോൾ നമ്മൾ ടോട്ടൽ 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ബാറ്റർ ഒന്ന് തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കേണ്ടതുണ്ട്. 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊന്ന് എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയൊക്കെ തിന്ന് മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് കഴിച്ച് നോക്കാത്തവർ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.